എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹാൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് മിക്സ് ആയിട്ട് കുറേ പിക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പിക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല, കുറേ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു വീഡിയോ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്, 1-2 വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയേണ്ട, നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ചിട്ട് തുടങ്ങാം. കളക്ഷൻ കാണുന്നേക്കാളും മുന്നേ ഞാൻ ഇട്ട ഔട്ട്ഫിറ്റ് പറയുന്നേക്കാളും മുന്നേ സെയിൽ നടക്കുന്ന കാര്യം ആർക്കൊക്കെ അറിയാം. സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ, വാലന്റൈൻസ് ഡേ സെയിൽ നടക്കുന്നുണ്ട്. അത് 13th വരെ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ മേടിക്കുകയാണെങ്കിൽ നല്ല ഓഫർ പ്രൈസിൽ മേടിക്കാം കേട്ടോ. അപ് ടു 60%, 80% സംതിങ് ഓഫർ നടക്കുന്നത്. അതൊന്നും നമുക്ക് വിഷയമില്ല, ഓഫർ നടക്കുന്നുണ്ട്, ആ കാര്യം മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. എന്തായാലും ഞാൻ ഇട്ട ഡ്രസ്സിനെ കുറിച്ച് പറയാം. നല്ല അടിപൊളി ഒരു വെസ്റ്റേൺ ഒരു ഫ്രോക്കാണ്. ഫ്രോക്ക് സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്രോക്കാണ് കേട്ടോ. വീനെക്കാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയാനായിട്ട്. ഓവറോൾ കോട്ടൻ്റെ മെറ്റീരിയലാണ്. ഒരു മിഡി എ ലൈൻ ഡ്രസ്സാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ 3/4 ആണ് സ്ലീവും ജസ്റ്റ് വാവ് സൂപ്പർ എന്ന് പറയില്ലേ. ആക്ച്വലി ഇത് സമ്മർ സീസൺ തന്നെയില്ല, 365 ഡേയ്സ് നമുക്ക് കോട്ടൻ്റെ ഡ്രസ്സ് ഇടാം. അതേപോലെ തന്നെ പ്രഗ്നൻറ്റ് ലേഡി ആണെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു ഡ്രസ്സ് അടിപൊളിയായിരിക്കും. കാരണം ഫ്രണ്ട് സൈഡ് ഫ്ലീറ്റൊക്കെ വരുന്നുണ്ട്, കുറച്ച് സ്പേസ് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഒന്നുകൂടിയും കംഫർട്ടബിൾ കൂടും. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് എന്ന് പറയാനായിട്ട് ഒരു 2 സൈഡ് ഇങ്ങനെ പാച്ച് ചെയ്തിട്ടുണ്ട്, വൈറ്റ് വിത്ത് ബ്ലാക്ക് ത്രെഡോട് കൂടിയിട്ട്. പിന്നെ ഒരു സൈഡ് ഇങ്ങനെ പോക്കറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പക്ക വെസ്റ്റേൺ എന്നാൽ പക്ക ആ ഒരു എക്സ്പോസ് ചെയ്ത വെസ്റ്റേൺ അല്ല, ഒരു നോർമൽ വെസ്റ്റേൺ. എന്തായാലും മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. പിന്നെ ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്തിട്ടുള്ളത് ഞാനൊരു വാച്ച് ഫാസ്റ്റ് ട്രാക്ക് ബ്രാൻഡിൽ നിന്നാണ് കേട്ടോ. ഒരു 2000 സംതിങ് ഒക്കെയാണ്. ഞാൻ 2500, 600 ആ ഒരു റേഞ്ചാണ് വന്നിട്ടുള്ളത്. ചില സമയത്ത് ഓഫർ വരുമ്പോൾ 1300 ആ ഒരു റേഞ്ചിനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഓൾറെഡി ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 മാസമായി ഞാൻ ഇത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യണോ, ഇതിൻ്റെ കളർ പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു തരത്തിലും കളർ പോകുന്നില്ല. ഞാൻ ഭയങ്കര എന്നുവെച്ചാൽ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും പല സ്ഥലത്ത് ട്രാവലിംഗ് ആയതുകൊണ്ട് തന്നെ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് ബെസ്റ്റാണ് കേട്ടോ. ബ്രൗൺ ഷെയ്ഡിൽ ഒരു ആൻറ്റിക് ഷെയ്ഡിലാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്തേക്ക് എടുക്കാം. വുമനിസ്റ്റ ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ അടിപൊളി ഒരു പാർട്ടി വെയർ സെറ്റ് കേട്ടോ. പിന്നെ ഈ ഒരു കളർ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ്. പാർട്ടി വെയറിനല്ല ഫെസ്റ്റിവലിനായാലും എല്ലാത്തിലും അടിപൊളിയായിട്ട് പോകുന്ന ഒരു കളക്ഷനാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെറൂൺ ഷെയ്ഡാണ്, വീനെക്കാണ് വരുന്നത്. വീനെക്കായാലും അതിനും ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ ഓവറോൾ പ്ലെയിൻ. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ദാമൻ്റെ പോർഷൻ തന്നെയാണ്. ഫുൾ ത്രെഡ് വർക്കോടുകൂടി മെറൂണിൽ വൈറ്റ് ത്രെഡ് വർക്ക്, ബ്യൂട്ടിഫുൾ കളക്ഷനാണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ 3/4 ആണ് സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ ചെറുതായിട്ട് ഒരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ് ഒരു പെൻസിൽ പാൻറ്റ് പോലെയൊക്കെയാണ്, ഒരു ആങ്കിൾ ലെങ്ത് ആ ഒരു സ്റ്റൈലാണ്. ഇട്ട് വരുമ്പോൾ അടിപൊളിയാണ്, സൂപ്പർ ലുക്കാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ അഫ്കോഴ്സ് ഒരു ദുപ്പട്ടയും കൂടി ഉണ്ടാവും. 3 പീസിൻ്റെ ഒരു കളക്ഷനാണ്. നെറ്റിൻ്റെ ഫുൾ അതിൽ ത്രെഡ് വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 4 ചുറ്റും നമുക്ക് ഫുൾ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഒറ്റ സിംഗിൾ ഷെയ്ഡാണ് കേട്ടോ. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ് പെർഫെക്റ്റ് ആണ്. ഒരു തരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനില്ല കേട്ടോ, കറക്റ്റ് പെർഫെക്റ്റ് വെച്ച് തയ്ച്ച പോലെ ഉണ്ട്. എന്തായാലും ഇഷ്ടപ്പെട്ടു. വുമനിസ്റ്റ ബ്രാൻഡാണ്, ലാർജാണ്, സൈസ് അത്യാവശ്യം റേറ്റ് ഉണ്ട്. 1000 അത്യാവശ്യം റേറ്റ് ഒന്നും പറയില്ല. ഇന്നത്തെ കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരു 1400, 1500 എന്നൊക്കെ പറയുമ്പോൾ ഒന്നും അല്ല. അതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ടി വെയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 3000, 4000 ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സ്ഥാനത്ത് ഇവിടെ 1400 നമുക്ക് ഇത്രയും നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ കിട്ടും. അപ്പോൾ ലാർജാണ്, സൈസ് മറക്കണ്ട. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, വൈറ്റ് അതും പ്യൂമ ബ്രാൻഡിൻ്റെ ഒരു ഷൂ മേടിക്കണം എന്നുള്ളത്. അതാ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി കുറേ നാളത്തെ ആഗ്രഹം. പ്യൂമ, അഡിദാസ് അതൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താവും, ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പക്ഷേ ലോങ് ലാസ്റ്റിംഗ് ആണ്. എന്തായാലും ഇത് കുറേ നാളായി ഞാനിത് വിസിറ്റ് ലിസ്റ്റ് ഇട്ട് വെച്ചൊരു സംഭവമാണ്. അടിപൊളിയാണ്, വൈറ്റ് ആണ്, പ്യോർ വൈറ്റ്. അതിൽ ഒന്നും പറയാനില്ല, ജസ്റ്റ് വാവ്. ഇതിൽ തന്നെ ബ്ലാക്ക് ഷെയ്ഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് വൈറ്റ് ആയിരുന്നു വേണ്ടതായിരുന്നു. വൈറ്റ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരെണ്ണമുണ്ട്. പക്ഷേ ഇത് അടിവശം ഇങ്ങനെ ഭയങ്കര കനൊക്കെ ആയിട്ട്. പക്ഷേ ഇത് നല്ല പ്ലെയിനിൽ നല്ല ബ്യൂട്ടിഫുൾ പ്രിറ്റി ലുക്കായിട്ടുള്ളത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന സൈസ് എന്ന് പറയാനായിട്ട് 7 ആണ് കേട്ടോ. 7 എന്ന് പറയുമ്പോൾ UK സൈസ് 40. അപ്പോൾ ഇത് അടിപൊളി പ്യൂമയുടെ ഒരു ഷൂ. സിറിൽ ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ ഒരു കുർത്തി സെറ്റാണ്. നല്ലൊരു ബോട്ടൽ ഗ്രീൻ ഷെയ്ഡിൽ ഫെസ്റ്റിവൽ വെയറിനൊക്കെ ഉടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻ കേട്ടോ. അപ്പോൾ 3 പീസിൽ നമുക്ക് യോക്കിൽ വരുന്ന വർക്ക് എന്ന് പറയുമ്പോൾ യോക്കിൽ അത്യാവശ്യം നമുക്ക് ത്രെഡ് വർക്ക്, സ്വീക്വൻസ് വർക്ക്, ഡീറ്റെയിലിംഗ് ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ ത്രെഡ് വർക്ക് കളറായിട്ടുള്ളതും അങ്ങനെ വെറൈറ്റീസാണ് നമുക്ക് ആ യോക്കിൽ കാണുന്നത്. എന്ന് വെച്ചാൽ ഫെസ്റ്റിവലൊക്കെ തിളങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു
യോക്ക് വർക്ക്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ബൂട്ട വർക്കൊക്കെ പോയിട്ടുണ്ട്. മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ സിൽക്ക് കോട്ടൺ മെറ്റീരിയലിലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. ടോപ്പും അതുപോലെ തന്നെ ബോട്ടം നോക്കുകയാണെങ്കിൽ നോർമലായിട്ടുള്ള ഒരു പാൻറ്റ്, ചെറുതായിട്ട് ഒരു ഇത്തിരി വിടുത്ത് കൂടുതലുണ്ട്. എന്ന് വെച്ചാൽ പലാസോ അല്ല എന്നാൽ പാൻറ്റും അല്ല, ആ ഒരു രീതിയിൽ. പിന്നെ അടിയിൽ ഇത്തിരി ഒരു നമുക്ക് സ്ലീവിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള പോലെ നമുക്ക് പാൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കേണ്ടത് 3/4 ആണ് ലെങ്ത്ത് വരുന്നത്. സ്ട്രെയിറ്റ് കുർത്തിയാണ് പക്ക. അപ്പോൾ 3/4 സ്ലീവും അതുപോലെ തന്നെ പാൻറ്റ് ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രിറ്റി ആയിട്ടുള്ള ഒരു ദുപ്പട്ട കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സെയിം ടോൺ ടു ടോണിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഫുൾ വീവിങ്ങിൻ്റെ വർക്കാണ് കേട്ടോ. ഫുൾ ഓവറോൾ നമുക്ക് വീവിങ്ങിൻ്റെ വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ലോക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ കറക്റ്റ് അവിടെ വാഷ് ചെയ്താൽ പോവില്ല. എന്തായാലും മെറ്റീരിയൽ വാസ് അടിപൊളിയാണ്. അതുപോലെ തന്നെ റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു 1000-1200 ആ ഒരു റേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഗ്രേറ്റ് ഫെസ്റ്റിവൽ സെയിലോ അങ്ങനെ എന്തൊക്കെ നടക്കുന്ന സമയത്താണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റേറ്റിന് കിട്ടി. ചിലപ്പോൾ ഇനി ഇതിനേക്കാളും റേറ്റ് കൂടും. അപ്പോൾ ബ്രാൻഡ് മറക്കണ്ട, സിറിൽ ബ്രാൻഡിൻ്റെ. അപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ് എനിക്ക് ഇപ്പോൾ പെർഫെക്റ്റ് സൈസാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നോക്കിയാലോ, ഇൻഡോയിറ ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ നല്ല അടിപൊളി ബ്രൈറ്റ് വൈൻ ഷെയ്ഡിലുള്ള ഒരു കളക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതും ലീവ സർട്ടിഫൈ ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. അപ്പോൾ ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും ഇല്ല, നല്ല അടിപൊളി ക്വാളിറ്റി. മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇത് സിൽക്ക് ബ്ലെൻഡഡ് മെറ്റീരിയലാണ്. ഇനി ഇതിൻ്റെ വർക്കിൻ്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. സൂപ്പർ ഒരു കളക്ഷനാണ്. യോക്ക് തൊട്ട് അടി വരെ ഫുൾ വർക്കാണ്. അപ്പോൾ യോക്കിലത്തെ വർക്ക് നോക്കുകയാണെങ്കിൽ ത്രെഡ് വർക്ക്, പേൾ വർക്ക്, കല്ല്, അങ്ങനെ എല്ലാ തരം വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ ഓവറോൾ പോയിരിക്കുന്നത്. അത്യാവശ്യം ഫുൾ ഹെവി കളക്ഷൻ. പിന്നെ ഈ ഒരു വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിയിൽ വരെ നമുക്ക് വർക്ക് വന്നിട്ടുണ്ട്. അതും സ്കാലപ്പ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. സൈഡിൽ നമുക്ക് സ്ലിറ്റിൻ്റെ പോർഷനൊക്കെ നോക്കുകയാണെങ്കിൽ സ്കാലപ്പ് പോലെ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ കറക്റ്റ് ഒന്നുകൂടി ഒരു ബൂട്ടിക് കളക്ഷനായിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ പാൻറ്റിൻ്റെ നോക്കുകയാണെങ്കിൽ പാൻറ്റിൻ്റെ അടിയിലും സെയിം നമുക്ക് ഓർഗൻസയുടെ മെറ്റീരിയൽ വെച്ചിട്ട് കുറച്ചുകൂടി ബൂട്ടിക് രീതിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 3/4 ആണ് സ്ലീവിൽ നോക്കുമ്പോൾ പ്ലെയിനാണ്, അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൊന്നുമില്ല. പക്ഷേ ഇതിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ഓവറോൾ ടോപ്പ് ടു ബോട്ടം വരെ ഫുൾ ഓവറോൾ വർക്കാണ്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട, അഫ്കോഴ്സ് ഓർഗൻസ ദുപ്പട്ട. ഒരുവിധം മിക്കതും ഇൻഡോയിറ ബ്രാൻഡിൻ്റെ ഓർഗൻസ ദുപ്പട്ടയാണ്. അതിൽ ഡിജിറ്റൽ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ടോൺ ടു ടോൺ ആ ഒരു വൈൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് ഒന്നുകൂടി ഒന്ന് ഫ്രണ്ട് തൊട്ട് മുകളിൽ തൊട്ട് അടി വരെ നോക്കിയാലോ, നല്ല വർക്കാണ് കേട്ടോ ഫുൾ. എനിക്ക് സൈഡ് സ്കാലപ്പ് ചെയ്തതും ഇതൊക്കെയാണ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത്. റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ 1000 എബവ് ആണ് ഇതിൻ്റെ റേറ്റ് വൈസ് നോക്കുമ്പോൾ ഇത് വർത്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഇതിൽ കളർ ഓപ്ഷൻസ് ഉണ്ട്, ലിങ്കിൽ കയറി നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ലിങ്ക് എവിടെ കിട്ടുക, ഡിസ്ക്രിപ്ഷനിൽ കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്, ഇപ്പോൾ കാണിച്ച വീഡിയോൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ് ഏതാണെന്ന് ലിങ്കിൽ കയറിയാൽ അറിയാൻ പറ്റുള്ളൂ. ഞാൻ മേടിച്ചപ്പോൾ ഇതൊരു 1300 സംതിങ് ആ ഒരു റേഞ്ച് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് അറിയണമെങ്കിൽ ലിങ്കിൽ കയറിക്കോളാം. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. വാലന്റൈൻസ് മാസമാണ്. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിലായാലും നമുക്ക് 1 ഡേ നമുക്ക് ഡെലിവറി ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മിസ് ചെയ്യേണ്ട ഈ ഒരു ഓഫർ. അപ്പോൾ ആമസോണിൽ നല്ല നല്ല കളക്ഷൻസ്, നല്ല ഓഫേഴ്സ് ഒക്കെ നടക്കുന്ന 3 lakh പ്ലസ് സ്റ്റൈൽസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, ഞാനിപ്പോൾ ഈ കാണിച്ച ഔട്ട്ഫിറ്റൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും കേട്ടോ. അപ്പോൾ മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റ ലിങ്കും അതുപോലെ തന്നെ സെപ്പറേറ്റ് ലിങ്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഏതിൽ ക്ലിക്ക് ചെയ്താലും ഡയറക്റ്റ് നമ്മുടെ ആമസോൺ സൈറ്റിലേക്ക് പോകണം. അപ്പോൾ അവിടുന്ന് എങ്ങനെയാണ് നമ്മൾ സാധാരണ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നത് അതുപോലെ പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ ഓഫർ നോക്കി, സെയിൽ നോക്കിയിട്ട്, പ്രൈസ് വേരിയേഷൻ നോക്കിയിട്ട് മേടിക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓഫർ പ്രൈസിനുള്ള സമയത്ത് മേടിച്ചത് കൊണ്ട് നല്ല റേറ്റ് കുറവിന് എനിക്ക് കിട്ടി. അപ്പോൾ ഇതുപോലെ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.